ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 10-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ഗ്രഹമാണ് ശുക്രൻ. ശുക്രന് സ്വാധീനമുള്ള ആധിപത്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഈ ശുക്രൻ ശനിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ് മേടക്കൂറുകാർക്ക് വന്നു ചേരുക. അപ്പോൾ ആദ്യമായിട്ട് നേട്ടത്തെ പറയാം, പിന്നീട് കോട്ടങ്ങളെയും പറയാം. നേട്ടം എന്ന് പറഞ്ഞാൽ സുഖവും സമ്പത്തും ഒക്കെ വർദ്ധിക്കും, കലാപരമായ മേഖലകളിൽ പ്രവർത്തന വിജയം നേടുമെന്നാണ്. അപ്പോൾ തൊഴിൽ ഗുണം, കുടുംബസുഖം, ധനപരമായ നേട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമാകണമെന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുഖസ്വസ്ഥ ദേഹനന്മ ഉണ്ടായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് ഇല്ലാതാകുവാൻ സാധ്യതയുണ്ട്. ഇനി ഇവർക്ക് വന്നു ചേരുന്ന ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം 12-ാം ഭാവത്തിൽ ശനിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശുക്രൻ ഒരു പാപഗ്രഹവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ പാപഗ്രഹം നൽകുന്ന പാപത്വം ഈ ജാതകരിൽ വന്നു ചേരും. തെറ്റായ ചിന്താഗതികളിൽ പെട്ടുപോകും. തെറ്റായ ചിന്താഗതികൾ ഇവരുടെ മനസ്സിലേക്ക് വരും. തന്നെക്കാൾ പ്രായമുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ പോയി അകപ്പെട്ട് ജീവിതം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം. നിലവിലുള്ള ദാമ്പത്യ ജീവിതത്തിന് അത് ദോഷം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാക്കും. ഭാര്യ പിണങ്ങിപ്പോകാം, അല്ലെങ്കിൽ ഭർത്താവ് പിണങ്ങിപ്പോകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. തന്നെക്കാൾ പ്രായം കൂടിയവരുമായിട്ടുള്ള ഒരു അവിഹിതമായ ബന്ധത്തിൽ ചെന്ന് വീഴുവാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം. ഞാൻ പച്ചയായിട്ട് അങ്ങ് പറയുകയാണ്. കാരണം ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ ഞാൻ നിത്യവും കേൾക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ വന്ന് എന്നോട് പറയുമ്പം ഇപ്പം ഞാനത് കേൾക്കുമ്പോൾ ശുക്രനും ശനിയും അവരെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കും. ഒരു ചെറുപ്പക്കാരൻ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ കളക്ഷൻ ഏജൻ്റായിരുന്നു. ഇങ്ങനെ നിത്യവും കളക്ഷന് പോയി ഒരു തന്നെക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധത്തിലേർപ്പെട്ട് അവൻ്റെ ഭാവി പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹനിലകളൊക്കെ ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു താല്പര്യം, ഒരു ചിന്ത മനസ്സിൽ വരുന്നത്. അപ്പോൾ അത് ഒരു ജാതകൻ്റെ ജീവിതത്തെ തന്നെ തകർത്ത് കളയാണ്. പിന്നെ ജയിൽവാസമായി, കേസായി, പ്രശ്നമായി ആ ജാതകൻ്റെ ജീവിതം പോയി. ആ ഒരു നിമിഷത്തെ ചിന്ത. അപ്പോൾ ഈ ചിന്ത കൊടുക്കുന്നത് ഈ ഗ്രഹങ്ങളാണ്. ജോലി കൊടുക്കുന്ന ഗ്രഹങ്ങളാണ്, അവന് ആരോഗ്യം കൊടുക്കുന്ന ഗ്രഹമാണ്, ബുദ്ധി കൊടുക്കുന്ന ഗ്രഹമാണ്. സൂര്യനാണ് ബുദ്ധി കൊടുക്കുന്നത്, ചന്ദ്രനാണ് ആരോഗ്യത്തെ കൊടുക്കുന്നത്, ശുക്രനാണ് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഉള്ള ചിന്ത കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ജ്യോതിഷത്തിൽ ഇങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞത്. ആരും പോയി ഇതൊക്കെ കേൾക്കുന്നവർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. തെറ്റായ ചിന്തകളിലൊക്കെ വന്ന് പെട്ടുപോയാൽ ജീവിതം പോയി. അപ്പോൾ ശനി ഇങ്ങനെയുള്ള ദോഷത്തെ കൊടുക്കും, നേട്ടത്തെയും കൊടുക്കും. നേട്ടം കൊടുക്കുന്നത് എന്താണ്? തൊഴിൽപരമായുള്ള നേട്ടം, കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ അവർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് കലാപരമായ മേഖലകളിൽ പ്രവർത്തന വിജയം നേടുവാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു. പ്രായമായവരോടുള്ള സഹായവും സപ്പോർട്ടും പിന്തുണയൊക്കെ അവർക്ക് ലഭിക്കുന്നു. പക്ഷെങ്കിൽ പ്രായമായവരുമായിട്ടുള്ള ഒരു തെറ്റായ സാഹചര്യത്തിലേക്ക് പോകുവാനുള്ള പ്രേരണയും ഉണ്ടാകുന്നു. അപ്പോൾ ഈ ദോഷങ്ങളും നേട്ടങ്ങളും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി നാളത്തെ ദിവസം ജീവിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവുമായിട്ട് ചന്ദ്രൻ കൂടിച്ചേരുകയാണ്. അപ്പോൾ അവർക്ക് ഗജകേസരി രാജയോഗം വന്നു ചേരുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ 10-ാം ഭാവത്തിൽ തനിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ ഡബിൾ രാജയോഗം വന്നു ചേർന്നതിനെയും. പക്ഷെങ്കിൽ ഈ ശുക്രൻ അവിടെ ശനിയുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് രാജയോഗം ശുക്രൻ കൊടുക്കുന്നില്ല. എങ്കിലും ചന്ദ്രനും വ്യാഴവും ഇവരുടെ ജന്മഭാവത്തിൽ വന്നു ചേരുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി 9:08 മുതൽ ഇവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ 2.25 ദിവസം അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഗജകേസരി രാജയോഗത്തിന് ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളൊക്കെ ഗജകേസരി രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ചന്ദ്രന് യാതൊരുവിധ ദോഷവുമില്ല. വ്യാഴത്തിനും മറ്റ് ഗ്രഹങ്ങളിൽ ദൃഷ്ടിയില്ല, ചന്ദ്രനും ദൃഷ്ടിയില്ല. ബലമുള്ള ചന്ദ്രനാണ്. അപ്പോൾ കേസരി രാജയോഗം അവർക്ക് വന്നു ചേരുന്നു. അപ്പോൾ കേസരി രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ഈ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് അവരുടെ ജീവിതത്തിലും അനുഭവപ്പെടും. 2.25 ദിവസം അവർക്കും അനുഭവപ്പെടും. അപ്പോൾ അവർക്കിനി വെള്ളിയാഴ്ച ദിവസം ശുക്രൻ എന്താണ് അവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ തൊഴിലിടത്തിലുള്ള ഒരു പ്രതിസന്ധിയെ ശുക്രൻ കൊടുക്കുവാൻ സാധ്യതയുണ്ട്. അവിടെ സ്ത്രീകൾ മുഖേനയുള്ള ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ പ്രായമായവരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവമോ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതൊഴിച്ച് മറ്റു പല കാര്യങ്ങളും, കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ മറ്റു പല കാര്യങ്ങളും നേട്ടം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ ചിലരുടെ സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്.
കേസരി യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുസ്, ദീർഘായുസ്സാണ്, ആരോഗ്യമാണ്, അതുപോലെ തന്നെ ധനസ്ഥിതിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേസരി രാജയോഗം കൊടുക്കുന്നത്. ദാമ്പത്യ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതും ഓർക്കണം. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് 12-ാം ഭാവത്തിൻ്റെ അധിപനും 5-ാം ഭാവത്തിൻ്റെ അധിപനുമായ ശുക്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുമായിട്ട് കൂടിച്ചേരുകയാണ്. ശനി ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കും, പിന്നീട് കാലക്കേടുകളെ അല്ലെങ്കിൽ ഭാഗ്യക്കേടുകളെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 12-ലെ വ്യാഴവും ഈ ശനിയുടെ ഭാഗ്യക്കേടുകളും ഒക്കെ കൊണ്ട് പലരും ജീവിതം ബുദ്ധിമുട്ടി വളരെ പ്രയാസത്തിൽ കഴിഞ്ഞു പോകുന്നൊരു സമയമാണ്. എന്നാൽ ചിലർ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ നക്ഷത്രഫലമൊന്നും ഞാനീ പറയുന്നൊന്നും ബാധകമല്ല. അവർക്ക് ദശാകാലത്തിൻ്റെ നേട്ടം അതുപോലെ തന്നെ ഉണ്ടെന്നുള്ളത്, അതുകൊണ്ടാണ് അവർ ഇതൊന്നും അംഗീകരിക്കാത്തത്. ഓക്കെ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുന്ന അനുഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ശുക്രൻ ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഭാഗ്യം കൊണ്ട് ധനവും കീർത്തിയും ഐശ്വര്യവും സുഖാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. അപ്പം ഇവിടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഈ വന്നു ചേരേണ്ട ഈ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അത് ശനി പ്രായമായവർ മുഖേനയുള്ള ശത്രുതയോ അഭിപ്രായ വ്യത്യാസം കൊണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോകാം. അതുപോലെ തന്നെ പ്രായമായ അവരിൽ നിന്നുള്ള ഒരു പിന്തുണ കൊണ്ട് ഈ വക സുഖാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. അങ്ങനെ ഭാഗ്യവും ഭാഗ്യക്കേടുകളും വന്ന് പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പോൾ അവരുടെ മക്കളെ കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുവാൻ വേണ്ടി മുതിർന്നവരായിട്ടുള്ളവരുടെ പിന്തുണ ഉണ്ടായി അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ, ഇപ്പം പ്രായമായവരോട് പറയുക, നീ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് മക്കളൊക്കെ ചെയ്തു തരുന്ന അങ്ങനെ ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഭാഗ്യാനുഭവങ്ങളും ഭാഗ്യക്കേടുകളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് മിഥുനക്കൂറുകാർ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ടും ഭാഗ്യാനുഭവങ്ങൾ തന്നെ വന്നു ചേരത്തില്ല. എങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. പെൺമക്കൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ഈ ശുക്രൻ നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുമായിട്ട് ശുക്രൻ ചേരുകയാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ നാളുകാരെ സംബന്ധിച്ച് ഇവർക്ക് 4-ാം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ 4-ാം ഭാവത്തിൻ്റെ അധിപനും 12-ാം ഭാവത്തിൻ്റെ അധിപനുമായ ശുക്രൻ അഷ്ടമരാശിയിൽ നിൽക്കുന്ന ശനിയുമായിട്ട് ചേർന്ന് നിന്നാൽ ദോഷമൊന്നും സംഭവിക്കത്തില്ലെന്നാണോ അതോ ദോഷമല്ല നേട്ടം തന്നെ സംഭവിക്കുമെന്നാണോ ജ്യോതിഷം പറയുന്നതെന്നുള്ളത് ചിന്തിക്കാം. അഷ്ടമത്തിൽ ജ്യോതിഷം പറയുന്നത് ഇങ്ങനെയാണ്: ഏതൊരു ഗ്രഹവും അഷ്ടമത്തിൽ നിന്നാൽ കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് ഇന്ന ഗ്രഹമൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങളിൽ അത് ദോഷം ചെയ്യത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ ദോഷം ചെയ്യും, ശനി അഷ്ടമത്തിൽ നിന്നാൽ ദോഷം ചെയ്യും. അപ്പോൾ 2 വിധത്തിലുള്ള 2 ഗ്രഹങ്ങളും ദോഷം ചെയ്യും. അപ്പോൾ ശനി ഇവർക്ക് ആരാണ്? വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഭാവത്തിൻ്റെ കാരകഗ്രഹമാണ്. ആ ഭാവത്തിൻ്റെ ഗ്രഹമാണ് ആ ഭാവത്തിൻ്റെ അധിപൻ. അപ്പം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിന്നുള്ള തിക്താനുഭവങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ നിന്നുള്ള തിക്താനുഭവങ്ങളും ഒക്കെ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. എങ്കിലും ധനപരമായ നേട്ടം ഉണ്ടാകും. അപ്പം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ദോഷം സംഭവിച്ചാലും ധനപരമായ നേട്ടം ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്? കുടുംബഭാവം, ധനഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ദോഷം ചെയ്യാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് വീടിൻ്റെയോ വസ്തുവിൻ്റെയോ ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലോ ഒക്കെ അവർക്ക് തിക്താനുഭവങ്ങൾ വന്നാലും പോലും ധനപരമായ നേട്ടവും കുടുംബസുഖവും പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടും ഒക്കെ ചെയ്യും. പക്ഷെങ്കിൽ ഇതാണ് വിഷയം: വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകത്തില്ല. ആ ഒരു കാര്യത്തിൽ ദോഷം അനുഭവിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുകൾ സംഭവിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായുള്ള നേട്ടം അനുകൂലമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കണം. തൊഴിൽപരമായുള്ള സാഹചര്യം ഇവർക്ക് അനുകൂലമായ ദിവസങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് പ്രതികൂലമായ സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ്. ആരോഗ്യസ്ഥിതി മോശമാകുവാനും സാധ്യതയുണ്ട്. അതും സൂക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയായിരിക്കും കർക്കിടകക്കൂറുകാർ വെള്ളിയാഴ്ച ദിവസം കടന്നു പോവുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലാണ് ശുക്രനും ശനിയും ചേർന്ന് നിൽക്കുന്നത്. ഈ 7-ാം ഭാവത്തിൽ ശുക്രനും ശനിയും ചേർന്ന് നിന്നാൽ ദാമ്പത്യ ജീവിതത്തിന് നല്ലതല്ല.
പ്രത്യേകിച്ച് പറഞ്ഞാൽ ശനി എന്ന് പറയുന്ന ഗ്രഹം തടസ്സത്തെ സൃഷ്ടിക്കുന്നൊരു ഗ്രഹമാണ്. ഒരു ജാതകൻ്റെ ഗ്രഹനിലയിൽ 7ാം ഭാവത്തിൽ ശനി നിന്നാൽ വിവാഹം നടക്കത്തില്ല, താമസിച്ചാണ് വിവാഹം നടക്കുക, ഒത്തിരി പ്രായമൊക്കെ ആകുമ്പോഴാണ് വിവാഹം നടക്കുക. വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന ഗ്രഹമാണ് ശനി. അപ്പം വിവാഹത്തിൻ്റെ കാരകഗ്രഹമായ ശുക്രനുമായിട്ട് ശനി ചേർന്ന് നിന്നാലോ വളരെ പ്രതിസന്ധി ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും വിധത്തിലുള്ള രോഗം വന്ന് ദാമ്പത്യ ജീവിത സുഖത്തിൽ കുറവ് വരുവാനും സാധ്യതയുള്ള ഒരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് വളരെ മോശമായൊരു സാഹചര്യത്തെ കൊടുക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് പ്രതിസന്ധി നിൽക്കുന്ന മറ്റൊരു പ്രശ്നം, ചെങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. 5ാം ഭാവത്തിൻ്റെ അധിപൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നു, രാജയോഗമാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേങ്കിൽ ഈ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ്. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനായതുകൊണ്ട് അവർക്ക് തൊഴിൽ സംബന്ധിച്ചുള്ള പല വിധത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. ചിലർക്ക് ജോലിയുണ്ട്, ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ചിലർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കാരണം ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ചിലർക്ക് പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ മൂലം ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ചിലർക്ക് ജോലിയിൽ എത്ര കഷ്ടപ്പെട്ടാലും തികഞ്ഞു പറ്റുന്നില്ല, എത്ര വരുമാനം ഉണ്ടായാലും തികഞ്ഞു പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവർക്ക് ശാരീരികമായിട്ടുള്ള നടുവേദന, കാലുവേദന, മുട്ടിനുവേദന, കൈകാലിന് വേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. ഇടയ്ക്കൊക്കെ അതൊന്ന് മാറും, പിന്നെയും അത് പഴയ പോലെ ആകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ചിങ്ങക്കൂറുകാർ കടന്നു പോവുക. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇപ്പോൾ അവർക്ക് കുടുംബസുഖവും മക്കളെ കൊണ്ടുള്ള നേട്ടമൊക്കെ, പ്രത്യേകിച്ച് പെൺമക്കളാണെങ്കിൽ അവരെ കൊണ്ടുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സമയം കൂടിയാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 6ാം ഭാവത്തിലാണ് ശുക്രൻ ശനിയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ 6ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ എന്താണ് സംഭവിക്കുക? 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ, 6ാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗഭാവം, കടഭാവം, ശത്രുത എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഭാവമാണ് 6ാം ഭാവം. അവിടെ ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ ശനി 6ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ കടബാധ്യതകളാലും പ്രശ്നങ്ങളാലും പ്രതിസന്ധികളാലും ഒന്നും ജീവിതം നശിച്ചു പോകത്തില്ല എന്നാണ് പറയുന്നത്. ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ അനുഭവം വെച്ച് നോക്കുമ്പോൾ, കന്നിക്കൂറുകാരുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഈ ശനിയുടെ 2ൽ രാഹു നിൽക്കുന്നത് കൊണ്ട് അവർക്ക് കടബാധ്യതകളൊക്കെ വർദ്ധിച്ച് തന്നെ പോകും. കടബാധ്യതകളും പ്രശ്നങ്ങളുമായിട്ട് ജീവിതം തന്നെ പോകും. അതാണൊരു വിഷയം. അപ്പം കന്നിക്കൂറുകാർക്ക് 6ാം ഭാവത്തിൽ ശനി തനിച്ച് അവിടെ നിൽക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ശനിയുടെ 2ൽ മറ്റൊരു ഗ്രഹങ്ങൾ, ഒരു ശുഭഗ്രഹം നിൽക്കുകയായിരുന്നെങ്കിൽ, വ്യാഴം സ്ഥിരമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ അവിടെ 2ാം ഭാവത്തിൽ പാപഗ്രഹമായ, തമോഗ്രഹമായ ഈ രാഹു നിൽക്കുന്നതുകൊണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, കടബാധ്യതകളാലും ശത്രുതകളാലും രോഗത്താലും ഒക്കെ ഭാരപ്പെടുന്നൊരു സമയമാണ്. അപ്പോൾ ആ പ്രതിസന്ധി തുടർന്നു പോകുന്നു, വലിയ മാറ്റമൊന്നുമില്ലാതെ തുടർന്നു പോകുന്നു. അപ്പോൾ അതാണ് കന്നിക്കൂറുകാരുടെ അനുഭവം. അപ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരനുഭവിക്കുന്നതാണ് ജ്യോതിഷം പറയുന്നത്. പലവിധ നാശങ്ങളും സംഭവിക്കുന്നതാണ് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് സൂക്ഷിക്കണം. പല കാര്യങ്ങളും തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരകഗ്രഹമാണ്. അപ്പോൾ അവിടെ ഒരു ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ ശനി സമ്മതിക്കത്തില്ല. ശനി അവിടെ തടസ്സം നിൽക്കും. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമല്ലേ, നാളെ ശനീശ്വര ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് ചെയ്യുക, ഒരു നീരാഞ്ജനമൊക്കെ നടത്തുക. അങ്ങനെ എന്തെങ്കിലും ഒരു അശുഭ ലക്ഷണം ദാമ്പത്യ ജീവിതത്തിൽ കണ്ടാൽ ഒരു പരിഹാരമായിട്ട് അവിടെ ശനിയെ ദ്രോഹിക്കരുതേ എന്ന് പറഞ്ഞ് അവിടെ ശനിയെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ അതാണ് നാളെ. ഇപ്പോൾ ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും വന്നു കഴിയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വഴക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം അവരുടെ ഇടയിൽ വന്നു കയറാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ്. അത് മുഖേന പല കാര്യങ്ങളും പറഞ്ഞു വലിയ വിഷയമാകും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 5ാം ഭാവത്തിൽ ശനിയുമായിട്ട് ഈ ശുക്രൻ ചേർന്ന് നിൽക്കുന്നൊരു ദിവസമാണ്. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ശനിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഈ തുലാക്കാരുടെ ജീവിതത്തിൽ അവരുടെ ജീവിത വിജയത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നൊരു ഗ്രഹമാണ് ഈ 5ലെ ശനി, 6ലെ രാഹു. ഈ 2 ഗ്രഹങ്ങളാണ് അവരുടെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്നത്. അപ്പം 5ലെ ശനി അവർക്ക് പല വിധത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളെ കൊടുക്കുമ്പോൾ 5ലെ ശുക്രനുമായിട്ട് കൂട്ടുകൂടുകയാണ്. 5ലെ ശുക്രനുമായിട്ട് കൂട്ടുകൂടുമ്പോൾ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവിടെ 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിക്ക് ശത്രുതയില്ലാത്തൊരു ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ ശനിയോട് കൂടി ചേരുന്നതുകൊണ്ട് ഇവർക്ക്
ശനി കൊടുത്തിരുന്ന തടസ്സങ്ങളെല്ലാം ശനി മാറ്റിയിട്ട് ഈ ശുക്രൻ പറയുന്ന പോലെ ശുക്രനുമായിട്ട് ചേർന്ന് കാര്യവിജയവും സുഖകരമായ ജീവിത സാഹചര്യങ്ങളും പുത്രന്മാരെ കൊണ്ടുള്ള മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും ഒക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പ്രിയമുള്ളവരായി തീരുന്നൊരു ദിവസമായിരിക്കും ഈ വെള്ളിയാഴ്ച ദിവസം. തുലാക്കൂറുകാർക്ക് സംബന്ധിച്ച് അങ്ങനൊരു നേട്ടമുണ്ട്. എന്നാൽ അവർക്ക് മറ്റൊരു വിധത്തിൽ ദോഷം നിലനിൽക്കുന്നു. അവരുടെ സുഹൃത്തുക്കൾ മുഖേന സഹോദരങ്ങൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. സൂക്ഷിക്കണം, ചതിയിൽപ്പെടരുത്. ദാരിദ്ര്യപരമായ നഷ്ടമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കലാനിരം കേട്ട നാളുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ശുക്രൻ ശനിയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ 4-ൽ നിൽക്കുന്ന ശനി വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവർക്ക് കൊടുക്കുന്നു. ഭാഗ്യക്കേടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു കാര്യത്തിലും നേട്ടമില്ല. ഭാഗ്യം കൊണ്ടോ ഒരു കാര്യം നേട്ടമില്ല, കാര്യവിജയം കൊണ്ടോ നേട്ടമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സാധിച്ചെടുത്തോ അല്ലെങ്കിൽ നിലവിലുള്ള വീട്, വസ്തു വിറ്റോ ഒക്കെ കടം വീടി സുഖമായിട്ട് ജീവിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് അതൊന്നും നടക്കാത്തൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ശുക്രൻ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ശുക്രൻ കടന്നു ചെല്ലുമ്പോൾ ശനിയുടേതായ ദോഷത്തിന് ഒരു അയവ് വന്ന് നാളെ പല വിധത്തിലുള്ള ഫലപ്രാപ്തി ഇവർക്കുണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു നേട്ടം പ്രതീക്ഷിക്കാം. സ്ത്രീകൾ അതിന് മുന്നിട്ട് നിൽക്കും, അല്ലെങ്കിൽ അവർ മധ്യസ്ഥ വഹിക്കും, അവരുടെ സഹായം പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ അതാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചുള്ള നേട്ടം. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു സൗഭാഗ്യമായ നേട്ടങ്ങളുണ്ടാകും. പക്ഷെങ്കിൽ അത് ചിലരുടെ ജീവിതത്തിലൊക്കെ ആ നേട്ടം ഉണ്ടായാലും താൽക്കാലികമായിരിക്കും, അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെക്കണം, നിലനിൽക്കണം, പിടിച്ചു നിൽക്കണം. അപ്പോൾ അതിനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തണം. അല്ലാത്ത പക്ഷം പരാജയപ്പെട്ടു പോകും. ഇപ്പോൾ ഒരു സ്ത്രീ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊരു വിൽപ്പനയ്ക്ക് ഒരു മധ്യസ്ഥയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു സ്ത്രീ വന്നു, താൽക്കാലികമായിട്ട് ആ പ്രശ്നം പരിഹരിച്ചാൽ പിന്നീട് അത് വലിയൊരു ദോഷത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അതിൻ്റെ വിശദീകരണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നേട്ടമാണെന്ന് തോന്നും, പക്ഷേ അതിനകത്തൊരു പ്രതികൂലമായ അനുഭവം വന്നു ചേരാൻ ഇടയുണ്ടെന്നുള്ളത് ഞാൻ മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരികയാണ്. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ചവർക്ക് ശനി 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. 3-ൽ നിൽക്കുന്ന ശനിയോട് കൂടി ശുക്രൻ കൂടിച്ചേരുകയാണ്. അപ്പോൾ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. കാരണം ശുക്രൻ 3-ൽ നിന്നാലും ശനി 3-ൽ നിന്നാലും ദോഷമൊന്നും ചെയ്യത്തില്ല, നല്ല അനുഭവങ്ങളെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ശനിയുടെ ആധിപത്യമുള്ള ശനിയുടെ ക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനിയോട് ശത്രുവല്ലാത്ത ഒരു ഗ്രഹം കൂടി ചേരുമ്പോൾ ജീവിതത്തിൽ സ്ത്രീകൾ മുഖേന ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതാണ് ജ്യോതിഷം പറയുന്നത്. സഹോദര ബന്ധത്തിലുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. ലാഭകരമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ ഉത്സാഹവും നല്ല മനസ്ഥിതിയും ശ്രേഷ്ഠങ്ങളായ വാഹനങ്ങൾ വരെ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി ധനുക്കൂറുകാർ വെള്ളിയാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 10-ാം ഭാവത്തിൻ്റെ അധിപനാണ്, തൊഴിൽ ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ. 2-ാം ഭാവത്തിൻ്റെ ധനഭാവത്തിൻ്റെ അധിപനുമായിട്ട് ശുക്രൻ ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള ധനവരവ് മകരക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽ മേഖലയിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ധനപരമായ നേട്ടം, അപ്പോൾ നല്ല അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ ദോഷമൊന്നും വന്നു ചേരത്തില്ല. കാരണം ഈ ശുക്രനെയും ശനിയും ശത്രുഗ്രഹങ്ങളൊന്നും വീക്ഷിക്കുന്നില്ല. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. പക്ഷെങ്കിൽ അവർക്ക് 12-ൽ 2 ഗ്രഹങ്ങൾ നിൽപ്പുണ്ട്, ബുധനും സൂര്യനും. അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ കലാപരമായ മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടവും കോട്ടവും വന്നു ചേരാം. അതായത് ചിലരൊക്കെ വിജയിക്കും, ചിലരൊക്കെ വിജയിക്കത്തില്ല. അതുപോലെ തന്നെ ധനപരമായ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ചിലരിൽ വിജയിക്കും, ചിലർ വിജയിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുള്ള ഒരു സമയത്താണ് ഈ ശുക്രൻ ശനിയുമായിട്ട് ചേരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ കൂടിയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റു പല കാര്യങ്ങളും തിക്താനുഭവങ്ങളോ അല്ലെങ്കിൽ നേട്ടമോ കോട്ടമോ വന്നാലും എന്തായാലും 100% പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. തൊഴിൽപരമായുള്ള മേഖലയിൽ കൂടിയുള്ള ധനവരവ് കുടുംബത്തിൻ്റെ സ്ഥിതിയെ നല്ല രീതിയിലാക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക്
അവരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ശനിയും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ജന്മഭാവത്തിൽ ഒരു ശുഭഗ്രഹം ഒരു പാപഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നത് നല്ലതല്ല. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും വന്നു ചേരും. അതൊരു ജ്യോതിഷപരമായ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ശനിയുമായിട്ട് ശുക്രൻ ജന്മത്തിൽ ചേർന്ന് നിന്നാൽ എന്താണ് പ്രശ്നം? അതായത് ഒരു ജന്മഭാവം എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ പ്രസക്തിയുള്ളൊരു ഭാവമാണ് ജാതകനെ സംബന്ധിച്ച്. ജന്മം കൊണ്ടാണ് എല്ലാവരും അവരവരുടെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ശുഭഗ്രഹം വന്ന് പാപഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ശുഭത്വം നഷ്ടപ്പെടും, പാപത്വം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ഏത് ഗ്രഹത്തിനാണോ ബലം ആ ഗ്രഹമാണ് ബലത്തെ കൊടുക്കുന്നത്. ഇപ്പം കുംഭൻ രാശി എന്ന് പറഞ്ഞാൽ ശനിയുടെ ക്ഷേത്രമാണ്, ശനിക്കാണ് ബലം. അപ്പോൾ ശനി പാപഗ്രഹമാണ്, പാപത്വം ആണ് അവിടെ വന്നു ചേരുക. അപ്പോൾ നല്ലൊരു ദാമ്പത്യ ജീവിതമോ അല്ലെ ശുക്രൻ മുഖേന വന്ന് ചേരേണ്ട വീട്, വാഹനം, വസ്തു, അല്ലെങ്കിൽ ഭാര്യ മുഖേന ഭർത്താവ് മുഖേന വന്ന് ചേരേണ്ട സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവിടെ ഒരു കുറവ് വന്ന് ചേർന്ന് ഈ ഭാര്യയും ഭർത്താവും സ്വരച്ചേർച്ചയെല്ലാം അതായത് ഇഷ്ടക്കേടിൽ കൂടിപ്പോവും. അവർ തമ്മിലൊരു മനപ്പൊരുത്തം ഇല്ലാതെ ഇഷ്ടക്കേടുകളിൽ കൂടിപ്പോവും. അപ്പോൾ അതാണ് ജ്യോതിഷം പറയുന്നത്. അങ്ങനെയാണ് ജന്മഭാവത്തിൽ ശനിയും ശുക്രൻ നിന്നാൽ അത്ര നല്ലതല്ല. അതേസമയത്ത് ഈ ശുക്രൻ ശനിയോട് ചേരാതെ ഒരു ശുഭഗ്രഹവുമായിട്ട് ചേരുകയായിരുന്നെങ്കിൽ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരും. പാപഗ്രഹത്തോട് ചേർന്നാൽ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് പിണക്കമോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് പിണക്കമോ എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഞാൻ അതിനെ ഇച്ചിരി വിശദീകരിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ജ്യോതിഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ജന്മഭാവത്തിൽ പാപഗ്രഹത്തോട് ചേർന്നാൽ അത് പല വിധത്തിലുള്ള വിരോധത്തിന് കാരണമായി തീരും. ഭാര്യ പിണങ്ങിപ്പോകാം, ഭർത്താവ് പിണങ്ങിപ്പോകാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇവർ അതുപോലെ തന്നെ ഈ ശുക്രൻ്റെ 2-ൽ രാഹു നിൽക്കുന്നുണ്ട്. ശുക്രൻ്റെ 2-ൽ രാഹു നിൽക്കുന്നത് കൊണ്ട് ഈ രാഹു സ്വാധീനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സ്വാധീനം കൊണ്ട് ധനപരമായ നഷ്ടം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. തെറ്റായ മേഖലകളിലേക്കൊക്കെ പോയി ധനം കളയുവാനും സാധ്യതയുണ്ട്. അതാണ് ധനനഷ്ടം അങ്ങനെ സംഭവിക്കാൻ ധനനഷ്ടം അങ്ങനെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതായത് ശുക്രൻ്റെ 2-ൽ രാഹു നിൽക്കുക. രാഹു എന്ന് പറയുന്ന ഗ്രഹം എന്താണ്? അനുരാഗത്തെ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രേമത്തെ കൊടുക്കുന്നൊരു ഗ്രഹമാണ്. അത് 2-ൽ നിന്നാൽ ധനപരമായ ഒരു വിഷയത്തിൽ നിന്നാൽ ഈ ജാതകർ അങ്ങനെ ധനം ആ മേഖലയിലേക്ക് കൊണ്ടുപോയി ചെലവഴിച്ച് അനാവശ്യമായിട്ട് ധനം കളഞ്ഞ് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടാകും. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കുവാനായിട്ട് ഈ നക്ഷത്രഫലം മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നാൽ അതിൽ നിന്ന് ഞെട്ടി ഉണരുക. അത് ദോഷത്തെ എൻ്റെ ജീവിതം തകർത്ത് കളയുന്നൊരു ചിന്തയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെറ്റായ മാർഗങ്ങളിലേക്കും ആരും പോകരുത്. അതിനുവേണ്ടിയാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു പ്രശ്നം ആരംഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പ്രശ്നം പിന്നീട് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ആ ഒരു പ്രശ്നം ആരംഭിക്കുമ്പോൾ ആ ആരംഭത്തിൽ ആ ജാതകന് ഒരു നല്ല പേരോ അല്ലെങ്കിൽ ഒരു മോശം പേരോ വീണാൽ ആ പേര് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഗ്രഹങ്ങളാണ് സ്വാധീനിക്കുന്നത് നമ്മളെ. തെറ്റ് ചെയ്യാനും ജയിലിൽ പോയി കിടക്കാനും ഒരുത്തനെ തല്ലാനും അടിക്കാനും വീട് നശിപ്പിക്കുവാനും ഒക്കെയുള്ള പ്രേരണ കൊടുക്കുന്നത് ഓരോരോ നിമിഷങ്ങളിൽ നവഗ്രഹങ്ങൾ നൽകുന്ന ദോഷാനുഭവങ്ങളാണ്. നേട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ധനപരമായ നേട്ടം, വാഹനഭാഗ്യം, സുഖം, സ്വത്ത്, അങ്ങനെ എല്ലാവിധമായ നേട്ടങ്ങളും ഈ ഗ്രഹങ്ങൾ തരും. അപ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പിന്നെ ഇത് ഇങ്ങനെയൊരു ദോഷമാണ് കുംഭക്കൂറുകാർക്ക് വന്നു ചേരാനുള്ളത് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ കുംഭക്കൂറുകാർക്ക് കഴിഞ്ഞ ദിവസം വരെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ നീചഭംഗ രാജയോഗം ചെയ്തു നിന്നുകൊണ്ട് തൊഴിൽ മേഖലകളിലൊക്കെ നല്ല അനുഭവമായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ അതിനൊക്കെ മോശമായ അനുഭവം, അതായത് തൊഴിൽപരമായിട്ടുള്ള അനുഭവം മോശം, കടബാധ്യതകൾ, ശത്രുതകൾ, രോഗമൊക്കെ അലട്ടുവാൻ സാധ്യതയുള്ളൊരു സമയം. അതുപോലെ തന്നെ ഇവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയം. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളും കൂടി വന്നു ചേരുന്നു. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി ഉത്രട്ടാതി രേവതി എന്ന ആളുകാർക്ക് 12-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ വന്നു നിൽക്കുന്നത്. 12 നിൽക്കുന്ന ശനിയുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഈ ശുക്രനും ശനിയും പരസ്പരം ശത്രുതയില്ലാത്ത ഗ്രഹങ്ങളായതുകൊണ്ട് ഒരാൾ ചെയ്യുന്ന
ഒരു ഗ്രഹം ചെയ്യുന്ന ദ്രോഹത്തെ മറ്റൊരു ഗ്രഹം എതിർക്കത്തില്ല. അതൊരു വ്യവസ്ഥയാണ്. അപ്പോൾ ശനി 12-ൽ നിന്നുകൊണ്ട് ജാതകർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ മരണം വരെ കൊടുക്കുന്നു. ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടതകളൊക്കെ കൊടുക്കുന്നു. അതിനൊന്നും ശുക്രൻ തടസ്സം നിൽക്കത്തില്ല. അതുപോലെ തന്നെ ശുക്രൻ ബന്ധുക്കളുമായി കലഹിക്കാനുള്ള ഒരു അവസരം ഈ മീനക്കുറുകാർക്ക് കൊടുക്കുന്നു. അത് ശനി അതിന് തടസ്സവും നിൽക്കത്തില്ല. പക്ഷെങ്കിൽ ഈ ശുക്രൻ സ്വമേധയായി ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്. അതായത് സുഖകരമായ ദാമ്പത്യ ജീവിതാനുഭവങ്ങൾ, ധനപരമായ നേട്ടം, അത് ശുക്രൻ കൊടുക്കുമ്പോൾ അത് ശനിക്ക് വിരോധമൊന്നുമില്ല. അപ്പോൾ അതിന് ശനി തടസ്സം നിൽക്കാതെ ഇങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടിയാണ് ഈ ഗ്രഹങ്ങൾ രണ്ടും നിൽക്കുന്നത്. കാരണം രണ്ട് ഗ്രഹങ്ങളും ശത്രുഗ്രഹങ്ങളല്ലാത്തത് കൊണ്ടാണ്. ചിലരുടെ ദാമ്പത്യ ജീവിതം പോലെയാണ്. ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും, ഭർത്താവ് പറയുന്ന ഭാര്യ കേൾക്കും. ഭാര്യ ഒരു തെറ്റ് ചെയ്താൽ ഭർത്താവ് ക്ഷമിക്കും, അതുപോലെ തന്നെ തിരിച്ചുമുണ്ടാകും. ഒരു അണ്ടർസ്റ്റാൻഡിങ്, പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവും. അപ്പോൾ എന്നാൽ ചില കാര്യങ്ങളിൽ രണ്ടുപേരും ദോഷം ചെയ്യുന്നത് രണ്ടു പേർക്കും സന്തോഷമാണ്. അത് രണ്ടു പേർക്കും അത് ദോഷമായിട്ട് തോന്നുന്നതുമില്ല. അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് അതിന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ഥിതിയാണ് ഈ ഗ്രഹങ്ങൾ തമ്മിൽ ജാതകർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മീനക്കുറുകാർക്ക് സുഖസ്വസ്ഥത ദേഹന്മാർ അനുകൂലമാകണമെന്നില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും അനുകൂലമാകണമെന്നില്ല. മക്കളെ കൊണ്ടുള്ള കാര്യവിജയവും അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള കാര്യവും കാര്യവിജയവും അനുകൂലമാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്നാൽ ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് കാര്യവിജയവും മക്കളെ കൊണ്ടുള്ള ഗുണവും അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസവുമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഭാഗ്യക്കേടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.